തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് പരാതി നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച രേഖകളിൽ ആസ്തി വിവരത്തിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി അഭിഭാഷക ആവണി ബെൻസാൽ വരണാധികാരിക്ക് പരാതി നൽകിയത്. അമൽ തേനമ്പറമ്പിൽ നൽകും വിവരങ്ങൾ. അമൽ, ഈ അഭിഭാഷക നൽകിയിരിക്കുന്ന പരാതിയിൽ എന്താണ് ആവശ്യപ്പെടുന്നത്? രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രികയ്ക്ക് ഒപ്പം സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ അവ്യക്തതയുണ്ട് എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ കളക്ടർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്, വരണാധികാരിയാണ് കളക്ടർ. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിൻ്റെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ വരുമാനം 2022 ആദായനികുതി പരിധിയിലുള്ള വരുമാനം എന്ന് പറയുന്നത് 680 രൂപ മാത്രമാണ് എന്നുള്ളതാണ് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. പിന്നീട് വരുമാനത്തിൽ 2023 വലിയ തോതിൽ വർധനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ആ വിവരം തെറ്റാണ്, അത് പരിശോധിക്കണം എന്നുള്ളതാണ് ഈ പരാതിയിൽ സുപ്രീംകോടതിയിൽ അഭിഭാഷക വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു രാഷ്ട്രീയ പരാതി എന്ന നിലയ്ക്കാണ് BJP നേതൃത്വം ഇതിനെ കാണുന്നത്. കോൺഗ്രസിന്റെ പിന്തുണയോടെ നൽകിയിട്ടുള്ള ഒരു പരാതി എന്നുള്ള തരത്തിലാണ് അവരുടെ പ്രതികരണം വരുന്നത്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് നമുക്ക് ലഭ്യമായിരുന്നു. അതിൽ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ 680 രൂപ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കോർപ്പറേറ്റ് ടാക്സ് അടക്കമുള്ള മറ്റ് ടാക്സ് വഴി ഇതിന്റെ നികുതി, മറ്റ് നികുതികൾ രാജീവ് ചന്ദ്രശേഖർ അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് BJP കേന്ദ്രങ്ങളിൽ നിന്നും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച പരാതി ഇപ്പോൾ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പരിശോധനയും ഉണ്ടാകും.